ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഒരു പരിപാടി ഉണ്ട്, ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് സഹാപ്പി നേരത്തെ റെഡിയായി. എല്ലാവരും നമ്മളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു 8 മണി 8:15 ആകുമ്പോൾ പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഫങ്ഷൻ നടക്കുന്ന വീട്ടിലോട്ടല്ല പോണത്. ആദ്യം നമ്മൾ നമ്മുടെ തറവാട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ. ഇതൊരു കുട്ടി വ്ളോഗാണേ, ചെറിയ ഇങ്ങനെ പോകുന്നൊരു ട്രാവൽ വ്ളോഗ് പോലെ എടുത്തതാണ്. അപ്പം നേരെ ഇപ്പം നമ്മൾ തറവാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തറവാട്ടിലെത്തി. അവിടെ കുറച്ച് നേരം നമ്മൾ ഇരുന്നു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചില്ല. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. ഓൾറെഡി അവിടെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മൾ എറണാകുളം വഴിയാണ് പോയത്. കാരണം വൈപ്പിൻ വഴി പോക്ക് നമുക്ക് നടക്കൂലായിരുന്നു. അവിടെ ജങ്കാറൊക്കെ ഒരെണ്ണമൊക്കെ കൊണ്ടുള്ളൂ. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളി യാത്രയായിരുന്നു. നമ്മളുടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി എല്ലാ ഫാമിലിയും കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അടിച്ച് പൊളിച്ച് നമ്മൾ അടിപൊളിയായിട്ടാണ് പോയത്. സഹാപ്പിയൊക്കെ നല്ല ഫുൾ എൻജോയിങ് മൂഡിലാണ്. കാരണം ആൾക്കിഷ്ടമാണ് ട്രാവൽ ചെയ്യണത്. പറൂരാണ്, അപ്പോൾ കുറച്ച് ഓടാനുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മളവിടെ എത്തി. ഫൈനലി നമ്മൾ ഹൗസ് വാമിങ് നടക്കുന്ന സ്ഥലത്തെത്തി. വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. വീട് ഫുള്ളായിട്ട് ഇങ്ങനെ ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ എടുത്ത് കുറേ പേരുണ്ടായിരുന്നു. വിചാരിച്ച് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കണ കാരണം ഞാൻ ജസ്റ്റ് അവരൊന്നും കാണിക്കാതെ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ അകമൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ ഓടിച്ചെടുത്തോളൂ. കാരണം ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അവരൊന്നും ഇൻക്ലൂഡ് ആക്കാതെ തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് വെറുതെ ഇങ്ങനെ എടുത്തു. ഇതെൻ്റെ നാത്തൂൻ്റെ മോളാണ്. അവൾ ഫുൾ സപ്പോർട്ടായിരുന്നു. അവളാണ് പറഞ്ഞത്, മാമി നമുക്കിവിടെ ഫുൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് പിന്നെ എന്നെ മുകളിലോട്ടൊക്കെ കൊണ്ടുപോയി കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് സഹാപ്പി നല്ല എൻജോയിങ് മൂഡിലായിരുന്നു. ആൾ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈലാണ് ഈ കാണുന്നത്. അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് പോകുന്നായിരുന്നു. കാരണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.